നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി ശ്വാസം മുട്ടി മരിച്ചതാണോ എന്ന സംശയത്തിൽ പോലീസ്. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശമുണ്ടോ എന്ന് ഉറപ്പിക്കണം എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെ അടക്കം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു സ്വാഭാവിക മരണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാറായിട്ടില്ല, രാസപരിശോധനാ ഫലം വരണം അതിനുവേണ്ടിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയിരുന്നുവല്ലോ. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് നിലയ്ക്കാണ് ഷഫീദ്? അതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ വൻ പോലീസ് സുരക്ഷയിലായിരുന്നു നെയ്യാറ്റിൻകരയിലെ കല്ലറയിൽ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം. രണ്ടിലും ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ ക്ഷതങ്ങളോ കണ്ടെത്തിയില്ല. മരണകാരണം സംബന്ധിച്ച് നിഗമനത്തിലെത്തിയിട്ടില്ലെന്നും ആന്തരിക അവയവ പരിശോധനാ ഫലം കിട്ടിയാലേ വ്യക്തതയുണ്ടാകൂ എന്നും ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. പ്രാഥമിക നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യും, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും. അത് എത്ര ദിവസം എന്നറിയില്ല. അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും. മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകില്ല. മൃതദേഹം ഇന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ മതാചാര പ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും കുടുംബം അറിയിച്ചു. ഈ സമാധി ആയതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ലറ പൊളിച്ച് മൃതദേഹം ഇന്ന് രാവിലെ പുറത്തെടുക്കുമ്പോൾ അരഭാഗം വരെ അഴുകിയ നിലയിലായിരുന്നു. വായിലും ശരീരത്തിന്റെ പകുതി ഭാഗം വരെയും ഭസ്മം കൊണ്ട് മൂടിയിരുന്നു. ചമ്മം പൊട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു, കർപ്പൂരിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. കഴുത്ത് വരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുകയായിരിക്കും. പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി, എക്സ്റേ പരിശോധനകൾ നടത്തിയെങ്കിലും ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഒരാഴ്ച കൂടി സമയമെടുക്കും. അവശനിലയിൽ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സമാധി സ്ഥലത്തെത്തി, എവിടെ വെച്ച് മരിച്ചു എന്നതടക്കമുള്ള മക്കളുടെ മൊഴിയിൽ ഇനി വ്യക്തത വരാനുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലർ ഈ പ്രശ്നത്തിന്റെ മറവിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാരെ പൊതുസമൂഹം തിരിച്ചറിയണം, അവരെ അകറ്റി നിർത്തണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.